TMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൂടുതൽ പ്രകോപനവുമായി ചൈന. പാകിസ്ഥാന് കൂടുതൽ ആയുധങ്ങൾ നൽകി. യുദ്ധകാലാടിസ്ഥാനത്തിൽ കൂടുതൽ ആയുധങ്ങളും ദീർഘദൂര മിസൈലുകളുമാണ് നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന പാകിസ്ഥാന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുമെന്ന് ചൈന അറിയിച്ചിരുന്നു. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് പാകിസ്ഥാനുള്ള പിന്തുണ ചൈന അറിയിച്ചത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് യുവാവിന് വെടിയേറ്റു. കേരള കർണാടക അതിർത്തിയായ ബാക്രബയിലാണ് സംഭവം. സവാദ് എന്നയാൾക്കാണ് വെടിയേറ്റത്. ഇന്നലെ രാത്രി 9:30ഓടെയാണ് സംഭവം. കാടുമൂടിയ കുന്നിൻ പ്രദേശത്ത് പതിവില്ലാതെ വെളിച്ചം കണ്ടതിനെ തുടർന്ന് പരിശോധിക്കുവാൻ കയറിപ്പോയ സമയത്താണ് സവാദിന് വെടിയേൽക്കുന്നത്. ഇയാൾക്കൊപ്പം മറ്റ് 4 പേർ കൂടി ഉണ്ടായിരുന്നു. ഇവർ ബൈക്കിലായിരുന്നു സ്ഥലത്തെത്തിയത്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. പെഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരും സൈന്യവുമായി വെടിവെപ്പ്. തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ വച്ചാണ് ഏറ്റുമുട്ടലുണ്ടായത്. 4 തവണ സേന ഭീകരരുടെ തൊട്ടടുത്തെത്തി. ഹബത്നാർ ഗ്രാമത്തിനടുത്തുള്ള വനങ്ങളിലാണ് ഭീകരരെ ആദ്യം കണ്ടെത്തിയത്. കുൽഗാമിലെ വനങ്ങളിലും ഭീകരരെ കണ്ടു. ഭീകരർ ഒരു വീട്ടിൽ കയറി ഭക്ഷണം മോഷ്ടിച്ചതായും വിവരമുണ്ട്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോ ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ഹാജരായി. ബംഗളൂരുവിൽ നിന്നാണ് ഷൈൻ ടോം ചാക്കോ എത്തിയത്. രാവിലെ വിമാനമാർഗമാണ് കൊച്ചിയിലെത്തിയത്. ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ് ഷൈൻ. 1 മണിക്കൂർ കൊണ്ട് തന്നെ മടക്കി അയക്കണമെന്ന നിബന്ധനയാണ് ഷൈൻ മുന്നോട്ട് വച്ചത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നടന്മാരായ ശ്രീനാഥ് ബാസിയെയും ഷൈൻ ടോം ചാക്കോയെയും കൊച്ചിയിലെ മോഡൽ സൌമ്യയെയും ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ 10 മണിക്ക് ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. 3 ഹാജരാകും എന്നാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചത്. കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യൽ. ഇതിനുശേഷമാകും നടന്മാർ ഉൾപ്പെടെ കേസിൽ പ്രതി ചേർക്കണോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം തീരുമാനമെടുക്കുക. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർക്കൊപ്പം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറസ്റ്റിലായ തസ്ലീമ എക്സൈസിന് നൽകിയ മൊഴി. കൊച്ചിയിൽ തൃപ്പൂണിത്തുറയിൽ നവജാത ശിശുവിനെ കൈമാറിയവർക്കെതിരെ കേസ്. മുരിയമംഗലം സ്വദേശിയായ യുവതി പ്രസവിച്ച 2ാമത്തെ കുഞ്ഞിനെയാണ് കോയമ്പത്തൂർ സ്വദേശികൾക്ക് കൈമാറിയത്. ആശാപ്രവർത്തക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിയെ കാണാതായതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. കുട്ടിയെ അനധികൃതമായി കൈമാറ്റം ചെയ്തു എന്ന ആശാപ്രവർത്തകയുടെ പരാതിയിന്മേൽ ഹിൽ പാലസ് പോലീസ് കേസെടുക്കുകയായിരുന്നു. പഞ്ചാബ് അതിർത്തിയിൽ വച്ച് പാക് റേഞ്ചേഴ്സ് പിടികൂടിയ BSF ജവാനെ വിട്ടുനൽകാതെ പാകിസ്ഥാൻ. ജവാൻ പാകിസ്ഥാന്റെ പിടിയിലായിട്ട് 5ാം ദിവസമാണ്. തിരിച്ചുവരവ് വൈകുന്ന സാഹചര്യത്തിൽ പഞ്ചാബിലെത്തിയ ഉദ്യോഗസ്ഥരെ കാണുമെന്ന് BSF ജവാന്റെ ഭാര്യ അറിയിച്ചു. തിരിച്ചുവരവിന് സാധ്യമായതൊക്കെ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്ന് ജവാന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് യുവാവിന് മദ്യം നൽകി സ്വർണമാലയും പണവും കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിലെ പ്രതിയായ കീഴാറ്റിങ്ങൽ തിനവിള സ്വദേശി എറണ്ട എന്ന രാജു ചിറയൻകീഴ്, മേൽക്കുടക്കാവൂർ സ്വദേശി പ്രദീപ് ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 6-ന് രാത്രിയാണ് സംഭവം. കടക്കാവൂർ സ്വദേശിയായ യുവാവിനെ തിനവിളയിൽ നിന്നും ബൈക്കിൽ കയറ്റി ആറ്റിങ്ങലിലെ ബാറിൽ കൊണ്ടുവന്ന് മദ്യം നൽകി ബോധം കെടുത്തുകയായിരുന്നു. ശേഷം യുവാവിനെ ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പിറകുവശത്ത് കൊണ്ടുവന്ന് മർദ്ദിച്ച് അവശനാക്കിയാണ് കഴുത്തിൽ കിടന്ന 3 പവന്റെ മാലയും 25,000 രൂപയും കവർന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.